ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം നിങ്ങൾ രാവിലെ പറയും ഏതെങ്കിലും നിങ്ങളെന്ന് വെച്ചാൽ ഒരാളെ ഉദ്ദേശിച്ചല്ല KPCC പ്രസിഡന്റ് മാറ്റും, അന്ന് മുഴുവൻ അതാ ചർച്ച. പിറ്റേ ദിവസം പറയും KPCC പ്രസിഡന്റ് മാറ്റുന്നില്ല, അതുകൊണ്ട് അത് ചർച്ചയാക്കും. മൂന്നാമത്തെ ദിവസം ഒന്നും കിട്ടാതിരിക്കുമ്പോൾ പറയും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ സ്വരച്ചേർച്ചയില്ല. ഞങ്ങൾ ഇത് രണ്ടുപേരും കൂടി കണ്ടിരുന്ന് ചിരിക്കുകയാണ്. ഏത് ഈ വാർത്ത കണ്ടിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല, ഒരു തരത്തിലും. ഒന്ന് പിണങ്ങിയിട്ട് പോലുമില്ല. അല്ല, അതൊന്നും ഞങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അതൊക്കെ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്, ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. പട്ടിക കൊടുത്തിട്ടുണ്ടോ? പട്ടിക കൊടുത്തു എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ നിങ്ങളുടെ വാർത്തകളാണ്. ഞാനൊരു കാര്യം, ഞാനും രമേശ് ചെന്നിത്തലയും കൂടി ഒരുമിച്ചൊരു പത്രസമ്മേളനം നടത്തി. ബ്രൂവറിയെക്കുറിച്ചും PP കിറ്റിനെ കുറിച്ചും 3 പ്രധാനപ്പെട്ട അഴിമതികൾ വന്നു. ബ്രൂവറി, PP കിറ്റ്, KFC. കൺവിൻസിംഗ് ആയിട്ടുള്ള തെളിവുകൾ ഞങ്ങൾ കൊണ്ടുവന്നു. എത്ര പേര് ചർച്ച ചെയ്തു. ഇതിന് വേറൊരു അജണ്ടയും കൂടിയുണ്ട്. നിങ്ങളറിയാതെ അതിൽ പെട്ടുപോകരുത് എന്നാണ് മാധ്യമങ്ങളോട്. സർക്കാരിനെ തന്നെ അത് നിങ്ങൾ എന്തിനാ 4 ദിവസം സെലിബ്രേറ്റ് ചെയ്യണ്? ഞാൻ കൊള്ളരുതാത്തവനാണെന്നൊന്നും അല്ലല്ലോ പറഞ്ഞത്. CPM അല്ല. എനിക്കെതിരെ വിമർശനം ഉണ്ടാവും പാർട്ടിയിൽ. ഞാൻ ഇതിനു മുമ്പുള്ള നേതാക്കന്മാരെ പാർട്ടിക്കകത്ത് വിമർശിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ 4 ദിവസം സെലിബ്രേറ്റ് ചെയ്തപ്പോൾ പോയത് എന്താ? ബ്രൂവറിയും പോയി, PP കിറ്റും പോയി, KFCയും പോയി. ആരാ ജയിച്ചത്? അജണ്ട മാറ്റാൻ, നിങ്ങളുടെ അജണ്ട മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഫീഡിങ്സ് കംപ്ലീറ്റ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പരാതിയില്ല, പരിഭവമുണ്ട്. പരാതിയില്ല. അങ്ങനെ ഒരു പട്ടികയില്ലെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിയാതെ പട്ടിക പോവോ? കേരളത്തിൽ നിന്ന് പോവോ എന്ന് വിചാരിക്കണ്ട. ഞാനറിയാതെ ഒരു പട്ടിക കേരളത്തിൽ നിന്ന് പോകുമെന്ന് വിചാരിക്കണ്ട. ഒരു പട്ടികയില്ലെന്ന് ഞാനല്ലേ പറഞ്ഞു. എന്തെന്ന് പറഞ്ഞു? ഇല്ലെന്ന്. അത് തന്നെ ഞാനും സുധാകരൻ അറിയാതെ ഇവിടുന്ന് പട്ടിക തയ്യാറാക്കി പോകും. ഞങ്ങളല്ലേ ലീഡർഷിപ്പിലുള്ള 2 പേര് കേരളത്തിൽ. ഒരാൾ CLP ലീഡറും ഒരാൾ PCC പ്രസിഡന്റും. ഞങ്ങൾ 2 പേരും ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങളോട് ആരും ചർച്ച ചെയ്തിട്ടില്ല. ഇവിടുന്ന് ഒരു പട്ടികയും പോയിട്ടില്ല. വെറുതെ അതിൻ്റെ ഒന്നും പുറകെ പോവല്ലേ, മറ്റേൻ്റെ പുറകെ പോകും. അല്ല, അതൊന്നും നടപ്പാക്കില്ല. കേരളത്തിലത് നടപ്പാക്കാൻ സമ്മതിക്കില്ല. ഞാൻ ഒറ്റ ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിച്ചല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് ബിസിനസ്സാണ്, ഇൻവെസ്റ്റ്മെൻ്റാണ്, അപേക്ഷ തന്നു കൊടുത്താണ്. ഇവർ മാത്രം എങ്ങനെ അപേക്ഷ തന്നു? പാലക്കാടുള്ള ഡിസ്റ്റിലറികൾ പോലും അറിഞ്ഞില്ല. കേരളത്തിലെ ഒരു ഡിസ്റ്റിലറി അറിഞ്ഞില്ല. മധ്യപ്രദേശിലും പഞ്ചാബിലും ഒരു കമ്പനി മാത്രം ഇതറിയുന്നു. ഇങ്ങനെ കേരളത്തിൽ ഇത് കൊടുക്കാൻ പോവാണ്. അതിന് ഉത്തരം പറയട്ടെ ആദ്യം. അല്ല, ഗോവിന്ദൻ മാഷ 200 ദശലക്ഷം ലിറ്ററാണ് മലമ്പുഴ അണക്കെട്ടിന്റെ കപ്പാസിറ്റി. ആ പ്രദേശത്ത് ആവശ്യമായ കുടിവെള്ളം 400 ദശലക്ഷം യൂണിറ്റാണ്. അപ്പോൾ 200 മില്യൺ യൂണിറ്റിന്റെ കുറവ് അവിടെയുണ്ട്. ഈ സാധനം വന്നാൽ ഒരു ദിവസം 80 ദശലക്ഷം യൂണിറ്റ് വേണം. ഗോവിന്ദൻ മാഷ് പറഞ്ഞ മഴവെള്ളം സംഭരണിയാണ്. ആളെ കളിയാക്കാൻ പറയുന്നത്.